യഥാർത്ഥത്തിൽ നല്ലൊരു ക്ലിയർ സ്കിന്ന് കിട്ടാനായിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയോ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറയുന്നതിൻ്റെ തൊട്ട് ഇന്ന സിറം ഇന്ന ക്രീം ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് തിരിച്ചറിയുക. സ്കിൻ ടൈപ്പ് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വേണമെന്നില്ല. അവനവൻ്റെ സ്കിൻ കെയറിൽ പറ്റുന്ന ഒരുപാട് എക്കോണമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ ഏറ്റവും മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ നല്ല വ്യത്യാസം ഉണ്ടാവും. അത് 2 ദിവസം കൊണ്ടോ 2 മാസം കൊണ്ടോ ചിലപ്പോൾ വന്നിരിക്കില്ല. ഓരോ ആൾക്കാരുടെയും സ്കിന്ന് ഓരോ രീതിയിലായിരിക്കും. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് സ്വന്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് കൃത്യമായിട്ടൊരു റൂട്ടീനായിട്ട് ഇത് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിന് മുൻപേ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫേസ് വാഷ് ചൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ ഫേസ് ഡ്രൈ ആക്കാത്ത ഒരു കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന രീതിയിലുള്ളൊരു ഫേസ് വാഷൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, എന്നിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇത്രയും ചെയ്ത് ഐലൈനർ എഴുതി വെളിയിൽ ഇറങ്ങിയാലും നിങ്ങളുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആണ്. അല്ലാതെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടൂ എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ